2025 നീറ്റ് രജിസ്ട്രേഷൻ അവസാന തീയതി, നീറ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 7-ാം തീയതിയാണ്. ഇപ്പോഴും ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. നീറ്റ് ഇപ്പോൾ നിലവിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തതിനകത്തോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിന് അകത്തോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് ഇത് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കറപ്ഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി മാർച്ച് 9-ന് ശേഷം NTA ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അറിയിക്കും. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മുടെ കയ്യിൽ 2 ഫോൺ നമ്പർ ഉണ്ടായിരിക്കും, വാലിഡ് ആയിരിക്കുന്ന 2 ഫോൺ നമ്പർ ഉണ്ടായിരിക്കുക. അതുകൂടെ തന്നെ 2 മെയിൽ ഐ ഡിയും നമ്മളെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വാലിഡ് ആയിരിക്കുന്ന മെയിൽ ഐ ഡി ആയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. പിന്നീട് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സിഗ്നേച്ചർ, കാൻഡിഡേറ്റിലെ സിഗ്നേച്ചർ, അതേപോലെ ഫിംഗർ ഇംപ്രഷൻ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ 10th സർട്ടിഫിക്കറ്റ്സ്, 10ാം ക്ലാസ്സിലെ SSLCയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്സും നമുക്ക് അത്യാവശ്യമാണ്. ഇതിനോട് കൂടെ തന്നെ പിന്നീട് നമുക്ക് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആൻഡ് കാൻഡിഡേറ്റിലെ സിഗ്നേച്ചർ. ഓക്കെ, ഇത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വൈറ്റ് പേപ്പറിലോ അല്ല കാര്യങ്ങളിലോ ആയിട്ട് നിങ്ങൾ സൈൻ ആണെങ്കിൽ സൈൻ ചെയ്യുക. സൈൻ ചെയ്തിട്ട് അത് PDF ഫയൽ ആക്കിയിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ മീൻസ് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടീമുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവർ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതുമായുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർത്തു തരും. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാലും നമ്മൾ ഈ ID പ്രൂഫ് അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് ചെയ്യുന്ന സമയത്തേക്ക് ചില കുട്ടികൾക്ക് 2 അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഒന്ന് അവരുടെ നിലവിൽ നിൽക്കുന്ന ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു പെർമനന്റ് അഡ്രസ് മീൻസ് ഇപ്പൊ നിലവിൽ താമസിക്കുന്ന ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതല്ലാതൊരു അഡ്രസ്സും. അങ്ങനെ 2 രീതിയിലുള്ള അഡ്രസ്സ് ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്യുമെന്റ്സിനകത്ത് 2 ID പ്രൂഫും സ്കാൻ ചെയ്തിട്ടും ഒറ്റ PDF ആക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ എന്നെ വിളിക്കുക. ഞാൻ അൽ ഹിന്ദ് സ്റ്റഡി അബ്രോഡ് റിയാസ് ആണ്, സീനിയർ എഡ്യൂക്കേഷൻ കൗൺസിലർ ആണ്. എന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാം.